ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കാട്ടാളൻ മൂവി കണ്ടു. പടം മോനെ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി. പടപടാ ഡ്യോഡടി, അതാണ് പടം. നിങ്ങളൊരു ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോ, കണ്ടോ. നിങ്ങൾ കുറേ കഥകളിലേക്കും അല്ലെങ്കിൽ അയ്യൊരു രീതിയിലേക്കുള്ള പടങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ പടത്തിന് പോകാത്തതാണ് നല്ലത്. കാരണം ഇതൊരു ആക്ഷൻ മൂവിയാണ്. ആക്ഷന് മാത്രമാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നിനും പ്രാധാന്യം കൊടുത്തിട്ടില്ല. അത് നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി BGM-ഉം അടിപൊളി പവർഫുൾ ആക്ഷനും നല്ല ഈ ഒരു തിയേറ്റർ ആംബിയൻസിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഇടിവെട്ട്, ഒരു എന്താ പറയുക, കിൻഡൽ ഇടി എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ ഒരു പടമാണ് കാട്ടാളൻ. പിന്നെ പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. കഥ ഒരു കാടും പിന്നെ ആ കാട്ടിലെ ആനകളെ കൊല്ലുന്നു, പിന്നെ കൊമ്പെടുക്കുന്നു, അത് കടത്തുന്നു, ഇതാണ് കഥ. അത്ര മാത്രമേ കഥയുള്ളൂ. പിന്നെ ഇതിൻ്റെ BGM കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ KGF ഒക്കെ BGM കൈകാര്യം ചെയ്ത രവി ബൗഷൂറാണ്. പിന്നെ നമ്മൾ പുഷ്പ സിനിമയിലെ സുനിൽ ഇതിൽ നല്ലൊരു വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് ഉണ്ട്, പിന്നെ ജഗദീഷ് ഉണ്ട്. ജഗദീഷിൻ്റെ മാർക്കോ എന്ന് നേരെ ഒരു ഓപ്പോസിറ്റ് ലെവലിലുള്ളൊരു കഥാപാത്രമാണ്, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ഹിസ്റ്റർ ഉണ്ട്, അനാൻഷ ഉണ്ട്. അനാൻഷയ്ക്ക് ഒരു ഡയലോഗ് പോലും കൊടുത്തിട്ടില്ല, അത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ മാർക്കോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ വാലൻസ് കുറവാണ്. മാർക്കോയുടെ അത്രത്തോളം വാലൻസ് ഇതിലില്ല, മാക്സിമം അവർ കുറച്ചിട്ടുണ്ട്. ഫൈറ്റിൽ തല പൊട്ടിത്തെറിക്കുന്ന 1-2 സീനായിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വാലൻസ് മാക്സിമം കുറച്ചിട്ടുണ്ട്. അപ്പോൾ പടം ഒരു ആക്ഷൻ ത്രില്ലർ എന്ന നിലയ്ക്ക് വെർത്താണ്. പിന്നെ ഒരു ക്യാമിയോ വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമിയോ സീസണല്ല, എല്ലാ പടത്തിലും ക്യാമിയോ ആണ്. പക്ഷേ ഇത് ഒരു ഡിഫറെൻറ്റ് ക്യാമിയോ ആയിരുന്നു. നമുക്കൊരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ തോന്നുന്ന ഒരു ക്യാമിയോ ഇതിലുണ്ട്. അത് ഒരു വെറൈറ്റി ആയിരുന്നു, കൊള്ളായിരുന്നു. പെപ്പയുടെ ആക്ഷനും ആക്ടിങ് ഒക്കെ നല്ലോണം ഈ പാടത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പടത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഈ പടത്തിന് യോജിച്ച രീതിയിൽ, എന്തായാലും ഓവറായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഉണ്ണി മുകുന്ദൻ മാർക്കോലൊക്കെ പറയുന്നത് പോലെ പഞ്ച് ഡയലോഗൊക്കെ കുറവാണ്. പക്ഷേ ആക്ഷൻ നീതി പുലർത്തും. ആ തരത്തിലുള്ള ആക്ഷനാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഒരു ആക്ഷൻ മൂവി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പടം ഇഷ്ടപ്പെടും. കാരണം ആ തരത്തിലുള്ള എല്ലാ തരം ചേരുവകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. നല്ല ആക്ഷൻ കൊറിയോഗ്രാഫറാണ്, അതേപോലെ തന്നെ നല്ല അടിപൊളി എഡിറ്റിംഗ് ആണ്. അപ്പോൾ ആ BGM-ഉം ആക്ഷനൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നല്ലൊരു അനുഭവം തന്നെയാണ് പടം തരുന്നത്. നമുക്ക് തിയേറ്ററിൽ ഒരു 2 മണിക്കൂർ സമയമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണ്ട. ഇത് OTT-യിൽ വന്നിട്ട് കാണാം എന്ന് കരുതരുത് ആരും. OTT-യിൽ വന്നതിന് ശേഷം കാണാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല. ഇത് കാണേണ്ടത് തിയേറ്റർ തന്നെയാണ്. അത്രയും ഒരു സൗണ്ടിലും ഒരു വൈബിലും കാണാൻ പറ്റിയ ഒരു അടിപൊളി പടം തന്നെയാണ് കാട്ടാളൻ. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ. ഇനി നിങ്ങൾ പടം പോയി കാണൂ, എന്നിട്ട് അഭിപ്രായം അറിയിക്കൂ. ഓക്കെ, ബൈ.